ലോകകപ്പിൻ്റെ ഫൈനലിൽ ഒരറ്റത്തിരിക്കുന്നത് സ്പെയിനാണ്. സ്പെയിൻ കളിക്കുന്നത് അവരുടെ രണ്ടാമത്തെ മാത്രം വേൾഡ് കപ്പ് ഫൈനലാണ്. യൂറോ കപ്പിൽ അവർ 4 വട്ടം ജയിച്ചു എന്ന് നമ്മൾ പറയുന്നത്, അതിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ജയിച്ച ടീമുകളിലൊന്ന് സ്പെയിനാണെന്ന് പറയുമ്പോഴും നമുക്ക് ആ ഒരു വ്യത്യാസം നോക്കണം. അതായത് ആദ്യത്തെ ട്രോഫി അവർ ജയിക്കുന്നത് 64-ലാണ്. പിന്നീട് 2008-ലും 12-ലും ഒടുക്കം 24-ലും വിജയിക്കുന്നത്. അതായത് അവരുടെ ഒരു സുവർണ്ണ തലമുറ അല്ലെങ്കിൽ ഒരു നല്ല കാലം വന്നത് ഈ ഒരു ലേറ്റായിട്ട് 2008-നൊക്കെ ശേഷമാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നാം സുവർണ്ണ തലമുറ 2008-ലും പിന്നീട് ഒന്ന് ഈ 2022-24 വർഷങ്ങളിലൊക്കെയാണ് വരുന്നത്. പക്ഷേ ക്ലബ് ഫുട്ബോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പാനിഷ് ക്ലബ്ബുകൾ, പ്രത്യേകിച്ച് റയൽ മാഡ്രിഡും ബാർസലോണയും പോലുള്ള ക്ലബ്ബുകളൊക്കെ യൂറോപ്പിൽ ചർച്ചയാവാത്ത വർഷങ്ങളില്ല. എന്നവർ കളിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ അവർ അവിടുത്തെ ഒരു പെരുമ നിലനിർത്തുന്ന അല്ലെങ്കിൽ ഒരു മേലധികാരികളെ പോലെ നിൽക്കുന്ന ക്ലബ്ബുകളാണ്. ഈ ക്ലബ് ഫുട്ബോളിൽ ഇത്രയും ഒരു പേരും പെരുമയുള്ള ഈ ക്ലബ്ബുകൾ ഉണ്ടായിട്ടും ഈ നാഷണൽ ലെവലിൽ ഇത്ര ഒരു കാലവ്യത്യാസം അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ ഇത്ര ഒരു വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണ്? സ്പെയിൻ ഈസ് ഡിഫറൻ്റ് എന്ന് പറയാറുണ്ട്. സ്പെയിനുകാർ തന്നെ പറയുന്ന വെച്ചല്ല, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്, അവരുടെ ഒരു ജോഗ്രഫി എല്ലാം യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അതിൻ്റെ പേരിൽ അവർ പറയുന്നതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളത് അവരുടെ ഫുട്ബോൾ പരിശോധിച്ചാലും അവരുടെ ഒരു ഫുട്ബോൾ സിസ്റ്റം പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സ്പെയിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ ഒരു സെൻട്രലൈസ്ഡ് അല്ല. ശരിക്കും പറഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളെയും പോലെ സ്പെയിന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം കൂടി ഒരു രാജ്യമായി മാറുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ സ്പെയിനിലെ ഓട്ടോണമസ് പ്രവിശ്യകളെല്ലാം ചേർന്നിട്ട് ഒരു യൂണിയൻ ഓഫ് പ്രൊവിൻസസ് എന്നുള്ള രീതിയിൽ മാറുന്നത്. അപ്പോൾ ഇത് ഭരണ സൗകര്യത്തിന് വേണ്ടി പല രാജ്യങ്ങളും ഇത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത്രത്തോളം ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ളൊരു റീജിയണലിസം അല്ലെങ്കിൽ ഒരു സബ് നാഷണലിസം കാണാൻ പറ്റുന്ന ഒരു രാജ്യമാണ് സ്പെയിൻ. അതായത് ഓരോ പ്രൊവിൻസിനും ഓരോ ഓട്ടോണമസ് റീജിയനും അവരുടേതായ ഐഡൻറ്റിറ്റി, അവരുടേതായ കൾച്ചർ, അവരുടേതായ ഒരു ഈവൻ ഫുഡ് വരെ, പിന്നെ അവരുടേതായ ലാംഗ്വേജ്, അങ്ങനെ ഓരോ പ്രൊവിൻസസും ഓരോ രീതിയിൽ അവരുടെ ഒരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുന്നതിലും വളരെ ശ്രദ്ധരായിരിക്കുന്നു. അതുപോലെ തന്നെ അത് പൊളിറ്റിക്കൽ അവർ തമ്മിലുള്ള പൊളിറ്റിക്സ്, സ്വന്തമായ പൊളിറ്റിക്സ്, അതിൻ്റെ ടെൻഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ബാസ്ക് കൺട്രി എന്ന് പറഞ്ഞാൽ സ്പെയിനിലൊരു റീജിയനാണ്. അപ്പോൾ ബാസ്ക് കൺട്രിയിലെ ക്ലബ്ബാണ് അത്ലറ്റിക് ബിൽബാവോ. സ്പെയിനിലെ ഏറ്റവും റയലും ബാഴ്സയും കഴിഞ്ഞാൽ സ്പെയിനിലെ ഏറ്റവും വലിയൊരു പ്രതാപമുള്ളൊരു ക്ലബ്ബ് എന്ന് പറയും. ഇതുവരെ റെലിഗേറ്റ് ചെയ്യപ്പെടാത്ത, ലാലിഗയിൽ നിന്ന് റെലിഗേറ്റ് ചെയ്യപ്പെടാത്ത അത്ലറ്റിക്കോക്കും റയലിനും ബാഴ്സക്കൊപ്പം തന്നെ. അപ്പോൾ ആ ക്ലബിൻ്റെ അവരുടെ ഒരു പോളിസി ഉണ്ട്, ശരിക്കും ബാസ്ക് ഓൺലി പോളിസി എന്ന് പറഞ്ഞാൽ അവർ ബാസ്ക് പ്ലേയേഴ്സിനെ മാത്രമേ സൈൻ ചെയ്യുള്ളൂ എന്നില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു അതൊരു റേസ് അടിസ്ഥാനത്തിലൊക്കെ ഒരു കളിക്കാരെങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷേ അതങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ കൾച്ചറൽ പ്രിസർവേഷൻ എന്നുള്ള രീതിയിൽ, കാരണം അവർ സൈൻ ചെയ്യുന്ന അവിടുത്തെ ബാസ്ക് റീജിയനിലെ സ്പാനിഷ് കളിക്കാർ മാത്രമല്ല, ബാസ്ക് ഹോം ഗ്രോൺ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ. അപ്പം അതിലിപ്പം നാഷണാലിറ്റി വ്യത്യാസമുള്ള അതെ റൂട്ട്സ് അവിടെ ആയതുകൊണ്ട് അവിടെ കളിച്ചു വളർന്ന നമ്മുടെ ഒരു സിസ്റ്റത്തിലൂടെ വന്ന കളിക്കാരെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം ഫുട്ബോളിൽ വരെ ഒരു റീജിയണലിസം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് സ്പെയിൻ. അപ്പം ഫസീഹ് ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. ഒരു ക്ലബ്ബ് ഓവർ കൺട്രി എന്നുള്ളൊരിത് ഫിനോമിനൻ നമുക്ക് വളരെ പ്രകടമായി കാണാൻ പറ്റുന്ന ഒരു രാജ്യമാണ് സ്പെയിൻ. അപ്പോൾ ഈ ഓരോ ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ളൊരു സ്പെയിൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് ശരിക്കും പറഞ്ഞാൽ സ്പെയിനുകാർക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു കാരണമാണ്. പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ, അതുകൊണ്ട് തന്നെ ഒരു ഐക്യ രൂപത്തിലുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ, ഇപ്പം ഇറ്റലിക്ക് കാറ്റാനച്ചിയോ പോലെ, അതുപോലെ തന്നെ നെതർലാൻഡ്സിന് ടോട്ടൽ ഫുട്ബോൾ അങ്ങനെ ആവിഷ്കരിക്കാൻ അവർക്ക് 2000-ന്റെ ശേഷം, നമ്മൾ ടിക്കിറ്റാക്ക് വരുന്നതിന് മുമ്പ് വരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കാളപ്പോരിനോട് സാമ്യമുള്ള, അതിൽ നിന്ന് ഇവോൾവ് ചെയ്തു വന്ന ഒരു ലാ ഫ്യൂരിയ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഭയങ്കര അഗ്രസീവായിട്ടുള്ള, ഫ്യൂരിയസ് ആയിട്ടുള്ള, സ്പാനിഷ് ഫ്യൂരി എന്ന അർത്ഥത്തിൽ വളരെ അഗ്രസീവായിട്ടുള്ള, വളരെ ഫിസിക്കലായിട്ടുള്ള ഒരു കളിയായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മൂന്നാമതൊരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഈ രാജ്യത്തെ രാഷ്ട്രീയം ഫുട്ബോളിനെ ഏറ്റവും എങ്ങനെ ബാധിക്കുമെന്നതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് സ്പെയിൻ എന്നുള്ളത്. അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരാവസ്ഥയും അവിടുത്തെ ഭരണമാറ്റങ്ങളും എല്ലാം അവരുടെ ഫുട്ബോളിൽ ഈ റീജിയണലിസവും സബ് നാഷണലിസവും അവിടെ ഉള്ളതുകൊണ്ട് അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വേൾഡ് കപ്പ് ഇപ്പം 1920 ആൻഡ്വെർപ്പ് ഒളിമ്പിക്സിന് വേണ്ടിയാണ് ആദ്യമായൊരു സ്പെയിൻ ടീം ഉണ്ടാക്കുന്നത്. ആ ഒളിമ്പിക്സിൽ അവർ സിൽവർ നേടി. പിന്നീട് അവർ 1934 വേൾഡ് കപ്പ് കളിച്ചു. പക്ഷേ പിന്നീട് വലിയൊരു ഗ്യാപ്പ് വന്നു. അത് പല രാജ്യങ്ങൾക്കും വന്നു, പക്ഷേ സ്പെയിന് കൂടുതൽ ദീർഘമായ ഗ്യാപ്പ് വന്നു. കാരണം സ്പാനിഷ് സിവിൽ വാർ 1936-39 സ്പാനിഷ് സിവിൽ വാർ വന്നു. അതിനുശേഷം വേൾഡ് വാർ വന്നു. പിന്നെ 1950-ലാണ് അതിനിടയിൽ അവരൊരു കോമ്പറ്റീറ്റീവ് മാച്ച് പോലും കളിച്ചില്ല. 1950 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയേഴ്സ് വരെ. അപ്പോൾ അതിൽ വന്നു. പിന്നെ അതിനുശേഷം 1950 അവർ കളിച്ചു 4th പ്ലേസ്. അതായിരുന്നു 2010 വരെ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം 1950 അങ്ങനെ 4th പ്ലേസ് വന്നു. 1954 ക്വാളിഫൈ ചെയ്തില്ല, 1958 ക്വാളിഫൈ ചെയ്തില്ല.
പിന്നീട് 1962-66 കളിച്ചു, പിന്നെയും 1970-74 ക്വാളിഫൈ ചെയ്തില്ല. ഇപ്പം ഇങ്ങനെ ഇത് ഇടയ്ക്ക് വിട്ടുപോകുന്നു, ഇടയ്ക്ക് വരുന്നു എന്നുള്ള രീതിയിൽ. ഇപ്പോൾ യൂറോ കപ്പിൽ ഇതേ അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആദ്യം 1960 ആദ്യ യൂറോ കപ്പിൽ അന്നത്തെ യൂറോപ്യൻ നേഷൻസ് കപ്പ് എന്ന് പറയുന്ന ടൂർണമെൻറ്റിൽ ക്വാർട്ടർ ഫൈനലിൽ അന്ന് ശരിക്കും പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനായിട്ടായിരുന്നു കളിക്കേണ്ടിരുന്നത്. ഹോം ആൻഡ് അവേ അടിസ്ഥാനത്തിലായിരുന്നു മത്സരം. അപ്പോൾ സ്പെയിൻ അന്ന് ജനറൽ ഫ്രാങ്കോയുടെ ഭരണത്തിന് കീഴിൽ. അപ്പോൾ അദ്ദേഹം ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇവരുടെ ഒരു ചേരിപ്പോര് കാരണം സോവിയറ്റ് യൂണിയനിൽ പോയി ടീമിന് കളിക്കാൻ പറ്റില്ല, സോവിയറ്റ് യൂണിയനെ ഇങ്ങോട്ട് ക്ഷണിക്കാനും പാടില്ല എന്നുള്ള രീതിയിൽ സ്പെയിൻ അതിന് വിഡ്രോ ചെയ്യുക ചെയ്ത് 1960 യൂറോ കപ്പിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അവരുടെ രാഷ്ട്രീയം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇതിനെ ബാധിച്ചു. പിന്നീട് അതിനുശേഷം പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഐറണി എന്താണെന്ന് വെച്ചാൽ 1964 സ്പെയിൻ ഹോസ്റ്റ് ചെയ്തു യൂറോ കപ്പ്. സ്പെയിൻ ഫൈനലിലെത്തിയപ്പോൾ അവർക്ക് എതിരാളികളായി സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയനെ തോൽപ്പിച്ചിട്ടാണ് അവർ അത് നേടുന്നത്. പിന്നീട് എത്രയോ നല്ല പ്ലേയേഴ്സ്, പഴയ ലൂയിസ് സുവാരസ്, അതുപോലെ തന്നെ എമിലിയാനോ ബുട്രാഗോനോ, ഇവരെ പോലത്തെ നല്ല പ്ലേയേഴ്സ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഇതുപോലത്തെ നിയർ മിസ്സസ്, കുറേ പെനാൽറ്റി ഷൂട്ടൗട്ട്, പിന്നെ കുറേ ക്വാർട്ടർ ഫൈനലിൽ വരുന്നു, ആ രീതിയിലുള്ളൊരു ദൗർഭാഗ്യം അവർക്ക് തുടർന്നു. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സ്പെയിൻ്റെ ഒരു ചരിത്രം മാറുന്നത് 2008 മുതലാണ്. അതിനു മുമ്പ് തന്നെ 2006 മുതൽ ആ ഒരു ടിക്കിട്ടാക്ക ഒരു എവല്യൂഷൻ വരുന്നത്. ടിക്കിട്ടാക്ക ഒരു പൂർണ്ണ രൂപത്തിലെത്തിയതിന് ശേഷമാണ് സ്പെയിൻ്റെ ഒരു ഫുട്ബോൾ നേട്ടങ്ങൾ വരുന്നത്. പക്ഷേ ആ ഒരു 70 വർഷം 60 വർഷം കിട്ടാതെ പോയതെല്ലാം ഒരു 4 വർഷം കൊണ്ട് അവർ നേടിയെന്നുള്ളത്. 2 യൂറോ കപ്പ് നേടി, ഒരു വേൾഡ് കപ്പ് നേടി, വളരെ വലിയൊരു അൺബീറ്റൻ സ്ട്രീക്ക് വന്നു. അങ്ങനെ ആ രീതിയിൽ എല്ലാ പരിഹാരങ്ങളും തീർക്കുന്ന രീതിയിൽ സ്പെയിൻ മുന്നേറി എന്നുള്ളതാണ് സത്യം. ഈ ടിക്കറ്റാക്കെ പറ്റി പറയുമ്പോഴേ, ടിക്കറ്റാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് സ്പെയിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു. അതായത് അവർക്ക് മറ്റേതൊരു എതിരാളിയെയും ബീറ്റ് ചെയ്യാനുള്ള ഒരു മന്ത്രമായിരുന്നു അത്. മറ്റൊരാൾക്കും അവരെ പിടിച്ചു കെട്ടാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അതായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു ടിക്കിറ്റാക്ക ഈ 2018-22 വേൾഡ് കപ്പിലൊക്കെ വന്നപ്പോൾ ഈ ടിക്കിറ്റാക്ക എല്ലാവരും പഠിച്ചുപോയി. അത് പിന്നീട് സ്പെയിൻ ഒരു ബാധ്യത പോലെ മാറുന്നുണ്ട്. പിന്നീട് അവർ ആ ഒരു സ്റ്റൈൽ വിടുന്നതും നമ്മൾ കാണുന്നുണ്ട്. എന്തായിരുന്നു അതിനൊരു പ്രധാന കാരണം? എതിരാളികൾ അത് പഠിച്ചതുകൊണ്ടാണോ, അല്ലെങ്കിൽ അത് ഫലപ്രദമല്ല, മോഡേൺ ഫുട്ബോൾ അത് ഫലപ്രദമല്ല എന്ന് തോന്നിയതുകൊണ്ട്? എന്താണ് ഈ ഒരു ടിക്കിറ്റാക്കയിൽ ഒരു മാറ്റം വരുത്താനുള്ള കാരണം? എനിക്ക് തോന്നുന്നു ടിക്കിറ്റാക്കിൻ്റെ എവല്യൂഷൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നെതർലാൻഡ്സിൻ്റെ ടോട്ടൽ ഫുട്ബോളിൻ്റെ ഒരു എവല്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. അതിന് കാരണം ക്രൈഫ് ബാഴ്സലോണയിൽ വന്നു, പിന്നെ ക്രൈഫ് ബാഴ്സലോണയുടെ പരിശീലകനായി. അപ്പം ആ ക്രൈഫിൻ്റെ ഒരു ഫിലോസഫിയിൽ വന്നു. പിന്നീട് ക്രൈഫിന് പറ്റിയൊരു പടയാളിയെ തന്നെ കിട്ടി, അതായത് പെപ് ഗാർഡിയോള മൈതാനത്ത്. പിന്നെ ഗാർഡിയോള ആ ഫിലോസഫി ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അത് സ്പെയിൻ ടീമിലേക്ക് ലൂയിസ് അരഗോണസിലൂടെയും വിജൻ്റെ ഡെൽബോസ്കിലൂടെയൊക്കെ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ സ്പെയിന് അത് പുതുമയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. മറ്റു ടീമുകൾക്ക് സ്പെയിൻ ഹോൾഡ് ചെയ്ത് കളിക്കുന്നു, മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിക്കുന്നു, പന്ത് വിട്ടുകൊടുക്കില്ല. നിങ്ങൾ പന്ത് വിട്ടുകൊടുത്താലല്ലേ നിങ്ങൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനും അങ്ങോട്ട് ഇതും. അത് ശരിക്കും ഹോൾഡ് ചെയ്യുക, ബോൾ പൊസിഷൻ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ്, ഒരേ സമയം ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജിയാണ്. കാരണം നമ്മളെ കയ്യിലാണ് ബോൾ നിൽക്കുന്നത്. അപ്പോൾ അന്ന് ടെക്നിക്കലി അങ്ങനെ ഇപ്പം അന്ന് ഗാർഡിയോള തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഗാർഡിയോളയുടെ ക്ലോണുകൾ ഉണ്ടാക്കുന്നതിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ശ്രദ്ധ, അതുപോലത്തെ പ്ലേയേഴ്സിനെ. അപ്പോൾ സ്പെയിൻ അന്ന് നമുക്കറിയാം, അന്ന് മിഡ്ഫീൽഡേഴ്സ് കൊണ്ട് കുത്തി നിറച്ചൊരു ടീമാണ് സ്പെയിൻ. ഒരു ഡെസിഗ്നേറ്റഡ് സ്ട്രൈക്കർ പോലും ഇല്ലാതെ അവർ ടൂർണമെൻറ്റുകൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയോ ഒരേപോലെ കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സിനെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചു. പിന്നീട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അത്ര ടെക്നിക്കൽ ക്വാളിറ്റിയിലെ മിഡ്ഫീൽഡേഴ്സ് അവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ചാവി, ഇനിയസ്റ്റ, ആ ഒരു ക്ലാസ് ഓഫ് മിഡ്ഫീൽഡേഴ്സിനെ പോലെ. പിന്നെ അതോടൊപ്പം തന്നെ ഫസീ പറഞ്ഞ പോലെ കളി ഫാസ്റ്റായി, ഫുട്ബോൾ ഫാസ്റ്റായി. അപ്പോൾ ഈ സ്പെയിനിൻ്റെ ഈ ഹോൾഡ് ചെയ്ത് കളിക്കുന്നത് ബ്രേക്ക് ചെയ്യാനും അതിനൊക്കെ പറ്റിയ മറ്റു ടീമുകളും പഠിച്ചു. അപ്പോൾ ആ രീതിയിൽ. പക്ഷേ എന്നിട്ടും സ്പെയിൻ 2014-ലും 2018-ലൊക്കെ വന്ന പ്രശ്നം അവർക്ക് അതൊരു ഒബ്സഷൻ പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ടിക്കിട്ടാക്ക ആ ഭ്രമം വിട്ടുമാറാൻ, ഹാങ് ഓവർ വിട്ടുമാറിയില്ല അവർക്ക് അത് കളിച്ച് അവർക്കതൊരു നമ്മൾ പിന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന പോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ അത് ഇപ്പോഴാണ് ശരിക്കും അവരൊരു മുക്തരായത്. അത് ലമീനെ പോലെയും ലമീനമാലിനെ പോലെയും നിക്കോ വില്യംസിനെ പോലെയും നല്ല ഫാസ്റ്റ് വിങ്ങേഴ്സ് വന്നു, കോച്ച് മാറി. അപ്പം ഒരേ സമയം തന്നെ ബാൾ പൊസസ് ചെയ്ത് കളിക്കാനും വെർട്ടിക്കൽ ഫുട്ബോൾ കളിക്കാനും അവർക്ക് പറ്റിയ കളിക്കാർ വന്നപ്പോൾ അവരുടെ ഒരു സ്റ്റൈല് മാറി. അതുകൊണ്ടാണ് ഈ സ്പെയിൻ്റെ ഇപ്പോഴത്തെ ഒരു മുന്നേറ്റത്തിന് കാരണം എന്നാണ് തോന്നുന്നത്. ഈ ടിക്കറ്റൊക്കെ പൂർണ്ണമായും സ്പെയിനെ വിട്ടുപോയി തോന്നുന്നുണ്ടോ? കാരണം നമ്മൾ ചില മത്സരങ്ങളിൽ ചില മൊമെന്റുകളിൽ കാണുന്നുണ്ട് അവരുടെ ബിൽഡപ്പ് പഴയ ടിക്കറ്റൊക്കെ സ്റ്റൈലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ അതൊരു ഒബ്സഷൻ പോലെ അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, എപ്പം വേണമെങ്കിലും പുറത്തെടുക്കാം. എന്നാൽ കോച്ച് പറയുന്നു തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി കളിക്കാമെന്ന് പറയുന്നു. ആ ഒരു രീതിയാണ് ഇപ്പോഴത്തെ ഫുട്ബോളിലും തോന്നുന്നുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം സ്പെയിൻ്റെ ഇപ്പോൾ ഈ ലോകകപ്പിൽ ഏറ്റവും നല്ല മിഡ്ഫീൽഡ് ഇപ്പോഴും സ്പെയിൻ്റെ മിഡ്ഫീൽഡാണ്. അപ്പോൾ അവർക്ക് ആ മിഡ്ഫീൽഡേഴ്സാണ്. ഇപ്പം ഗോഡിയോള അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മിഡ്ഫീൽഡേഴ്സിനെ മതി. കാരണം അവരെ എനിക്ക് ഡിഫൻഡർമാരായിട്ടും കളിപ്പിക്കാൻ പറ്റും, സ്ട്രൈക്കർമാരായിട്ടും കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു ഓൾറൗണ്ടർ, ഈ യൂട്ടിലിറ്റി പ്ലേയേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ രീതിയിൽ രീതിയിലും കളിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്പെയിനിൽ നിന്ന് ശരിക്കും നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ, പിന്നെ ഇപ്പം റൗള്, വിയ, ടോറസ്, അതിനുശേഷം നല്ല വേൾഡ് ക്ലാസ് സ്ട്രൈക്കേഴ്സ് വരുന്നില്ല എന്നില്ല. വിങ്ങേഴ്സൊക്കെ വരുന്നുണ്ട്, പക്ഷേ സ്ട്രൈക്കേഴ്സ് വരും. ഇപ്പോഴും സ്പെയിനിന് നമ്മൾ പല കളികളും കാണുന്നുണ്ട്, ഗോളടിക്കുന്ന ഒരു പ്രശ്നം സ്പെയിനിന് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒബ്സഷൻ അവർക്ക് വിട്ടുപോയിട്ടില്ല. പക്ഷേ ഈ ഒരു വിങ്ങേഴ്സിന് ഒക്കെ വന്നു ഫുട്ബോൾ ഫാസ്റ്റ് ആയതുകൊണ്ട് അവരതിനെ അതിജീവിച്ചു എന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഈ ക്ലബ് ഫുട്ബോളാണ് സ്പെയിനിലൊരു പ്രധാനമായിട്ട് കാണുന്നത്, നാഷണൽ ഫുട്ബോളിനേക്കാൾ മുകളിൽ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്ലബ് ഫുട്ബോൾ കളിച്ചു പോയ ലെജൻസിൻ്റെ പേരെടുത്ത് നോക്കുക. നമുക്ക് ഡിസ്റ്റെഫാനോ ഉണ്ട്, ഫ്രാങ്ക് പുഷ്കാസ് ഉണ്ട്, സിദാന് വന്നു, മെസ്സി, റൊണാൾഡോ, അങ്ങനെ നമ്മൾ കാണുന്ന ഒരു ഫുട്ബോളിംഗ് ജനറേഷനിലെ ഒരുപിടി താരങ്ങൾ വന്നു പോയൊരു ലീഗ് അല്ലെങ്കിൽ വന്നു പോയൊരു ഫേസ് ആണ് ഈ ലാലിഗ അല്ലെങ്കിൽ സ്പാനിഷ് ഫുട്ബോൾ എന്നുള്ളത്. നമുക്ക് യൂറോപ്പിൽ ഫുട്ബോളിൻ്റെ ഒരു ഒറിജിനൊക്കെ ആയിട്ട് നമ്മൾ പറയുന്ന ഇംഗ്ലണ്ടിനും മറ്റേനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരം ലെജൻസിനൊക്കെ സ്പെയിനിന് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, സ്പെയിനിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളതിന് ഒരു കാരണം എന്താണ് ശരിക്കും പറഞ്ഞാൽ അതും നമ്മുടെ ഈ ഒരു അവരുടെ രാഷ്ട്രീയം, അവരുടെ ഭരണത്തിലേക്ക് പോകണം. കാരണം ഫ്രാങ്കോ, പിന്നെ സ്പാനിഷ് സിവിൽ വാറിൻ്റെ സമയത്ത് ഫ്രാങ്കോയെ ഹിറ്റ്ലറും മുസോളിനിയൊക്കെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ വേൾഡ് വാർ തുടങ്ങി, ഈ വേൾഡ് വാർ പിന്നെ ഈ സഖ്യകക്ഷികൾക്ക് അനുകൂലമായി നിന്നപ്പം ഫ്രാങ്കോ നൈസായിട്ട് ഒരു അവസരവാദിയായിരുന്നു എന്ന് പറയാം. രാജ്യത്തിന് വേണ്ടിയുള്ള അവസരവാദം എന്ന് ആണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഈ യുദ്ധക്കെടുതികൾ ഏറ്റവും കുറഞ്ഞ രാജ്യമായിരുന്നു ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൽ യുദ്ധക്കെടുതികൾ. അപ്പം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി പാപ്പരായപ്പോൾ സ്പെയിൻ അത് സംഭവിച്ചില്ല. സ്പെയിൻ അപ്പോഴും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു രാജ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രകടനമാണ് 1960s 50s റയൽ മാഡ്രിഡ് ഭയങ്കര സാമ്പത്തിക ഭദ്രതയും ഉള്ള ക്ലബ്ബാണ്. അപ്പോൾ ഏത് കളിക്കാരെയും കൊണ്ടുവരാനും. അപ്പോൾ നമ്മൾ ഇന്ന് 2000 ഗാലക്റ്റിക്കോസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അവരുടെ സൂപ്പർ ടീമിനെ. അന്ന് തന്നെ ശരിക്കും അതൊരു ഗാലക്റ്റിക്കോ കൾച്ചർ അവിടെ തുടങ്ങിയിട്ടുണ്ട്. കാരണം അന്ന് ഡിസ്റ്റഫാനോ ഉണ്ട്, പുസ്കാസ് ഉണ്ട്, പാക്കോ ഗെൻഡോ, റൈമണ്ട് കോപ്പ, ഇവരെല്ലാവരും ചേർന്നൊരു വലിയൊരു സൂപ്പർ സ്റ്റാർ സ്ക്വാഡ് അവർക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു ഫുട്ബോളേഴ്സിൻ്റെ ഒരു വാഗ്ദത്ത ഭൂമി എന്നുള്ള രീതിയിലുള്ള ഡ്രീം ലാൻഡ് എന്നുള്ള രീതിയിൽ അന്ന് തന്നെ സ്പെയിൻ ഇതാ. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് സ്പാനിഷ് ഭാഷയുടെ ഒരു സ്വാധീനം ഉണ്ട്. കാരണം സ്പാനിഷ് ഭാഷ എന്ന് പറയുന്നത് ലോകത്ത് ഒരു കുറേ റീജിയനിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ ഭാഷ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കൾച്ചറിൻ്റെ ഭാഗം. നമ്മളൊരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അറിയുന്ന ഭാഷയാണെങ്കിൽ നമുക്കതൊരു കൾച്ചർ ഷോക്ക് ഇല്ലാത്തൊരു സ്ഥലം. അതുകൊണ്ടാണ് ഈ സൗത്ത് അമേരിക്കൻ, അവർക്കൊരു സ്പാനിഷ് കൊളോണിയലിസം വഴി സൗത്ത് അമേരിക്കൻ കണക്ഷൻ ഉണ്ട്. അപ്പം സൗത്ത് അമേരിക്കൻ പ്ലേയേഴ്സിന് യൂറോപ്പിലെ ഒരു ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, ഏറ്റവും മികച്ച, അവർക്ക് ഏറ്റവും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്പെയിനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും അന്ന് തൊട്ടേ ഈ ഡിസ്റ്റഫാനോ തൊട്ടേ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറഡോണ, റൊമാരിയോ, റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ എല്ലാം സൗത്ത് അമേരിക്കൻ പ്ലേയേഴ്സും സ്പെയിനിൽ വന്ന് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചർ ഷോക്കില്ലാതെ അവർക്ക് വന്ന് കളിക്കാൻ പറ്റും. അവരെ ഓപ്പണായിട്ട് വെൽക്കം ചെയ്തൊരു രാജ്യം കൂടിയാണ് സ്പെയിൻ. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ ഒരു ക്ലബ്ബ് സാമ്പത്തിക ഭദ്രത മുതൽ ഈ ഒരു സാംസ്കാരിക ഒരു ഷോക്കില്ലാത്തൊരു സ്ഥലം എന്നുള്ള രീതിയിലൊക്കെ സ്പെയിനെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നാഷണാലിറ്റി സ്വിച്ച് ചെയ്യുക എന്നുള്ളത് ഫുട്ബോളിൽ ഒരു പതിവ് കാഴ്ചയായി ഇപ്പം മാറിയിട്ടുണ്ട്. പക്ഷെ അത് തുടക്കം മുതലേ സ്പെയിനിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം ഡിസ്റ്റെഫാനോ നാഷണാലിറ്റി സ്വിച്ച് ചെയ്ത ഒരാളാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും പുതിയ ആളുകളിലൊന്ന് ഡിയാഗോ കോസ്റ്റ ആയിരുന്നു. ബ്രസീൽ സ്വിച്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷെ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ ഒരു അവസരം കിട്ടി, അതും വലിയൊരു അവസരം കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെച്ച ഒരു വ്യക്തിയാണ് ലയണൽ മെസ്സി എന്നുള്ളത്. നമുക്കറിയാം മെസ്സി ഒരുപക്ഷെ, എല്ലാവരും പറയാറുണ്ട് മെസ്സി ഒരുപക്ഷെ ആ ഒരു ഓഫർ സ്വീകരിച്ചിരുന്നെങ്കിൽ 2010 ലോകം ജയിച്ച ഒരു വ്യക്തി ആകുമായിരുന്നു. പക്ഷെ മെസ്സി അതൊക്കെ വേണ്ടെന്ന് വെച്ച് അർജന്റീനയ്ക്ക് വേണ്ടി തന്നെ കളിക്കാമെന്ന് ഉറപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്തായിരുന്നു ശരിക്കും ആ മെസ്സിയുടെ ഒരു തീരുമാനത്തിന് പിന്നിലുള്ളത്? ശരിക്കും പറഞ്ഞാൽ മെസ്സിയുടെ ഒരു 13-ാം വയസ്സിൽ തന്നെ മെസ്സി സ്പെയിനിൽ എത്തുന്നുണ്ട്. അപ്പോൾ സ്പാനിഷ് ഭാഷ, സ്പാനിഷ് കൾച്ചർ എല്ലാം മെസ്സിക്ക് പരിചിതമാകുന്നുണ്ട്. പക്ഷേ അന്നും ലാമാസിയയിൽ ഏറ്റവും പിന്നെ പ്രോമിസിംഗ് ആയ പ്ലെയർ എന്ന് പറഞ്ഞപ്പോഴും മെസ്സിയെ ഒരു ടീമിലെടുക്കാമെന്നൊരു ബോധം ശരിക്കും പറഞ്ഞാൽ സ്പെയിന് കുറച്ച് വൈകിയാണ് വരുന്നതെന്ന് പറയുന്നത്. കാരണം അവർ യൂത്ത് ടീമിലൊക്കെ കളിപ്പിച്ചിട്ട് അപ്പം തന്നെ മെസ്സിയെ ഒരു തങ്ങളുടേതാക്കി മാറ്റാനുള്ള അവസരത്തിൽ ചെറിയൊരു അമാന്തം അവർ കാണിച്ചു. പക്ഷെ അപ്പോഴും സ്പെയിൻ അതിന് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ പോലും അർജന്റീന പോലും അതിന് ശ്രമം നടത്തിയിട്ടില്ല. അപ്പോൾ സ്പെയിൻ അവസാനം 2000 ഇതിനു വേണ്ടി ശ്രമം തുടങ്ങുമ്പോഴാണ് അർജന്റീനയും അതിനെക്കുറിച്ച് ഒരു ബോധവാന്മാരാവുന്നത്. അപ്പോൾ ഈ സ്പെയിൻ മെസ്സിയെ അങ്ങനെ ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ അർജന്റീനയിലേക്കാണ് മെസ്സിയുടെ പിതാവ് ഒരു വീഡിയോ ടാപ്പ് അയക്കുന്നത്. മെസ്സിയുടെ പ്രകടനത്തിൻ്റെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്
തൻ്റെ മകൻ്റെ പ്രകടനം കാണാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ടേപ്പാണ് ശരിക്കും മെസ്സിയുടെ ഭാവി മാറ്റി കുറിച്ചത്. അതോടുകൂടി അത് കണ്ടിട്ടാണ് പിന്നെ മെസ്സിയെ അന്ന് അണ്ടർ 20 വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ ആ ടീമിൽ മെസ്സിയെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നീട് മെസ്സിയെ ഉൾപ്പെടുത്താൻ വേണ്ടി പരാഗ്വേയായിട്ടൊരു ഫ്രണ്ട്ലി മാച്ച് സംഘടിപ്പിച്ചിട്ടാണ് മെസ്സിയെ കളിപ്പിച്ച് മെസ്സി. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ നിയമപ്രകാരം മെസ്സി പിന്നീട് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കണം എന്നത് വന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് നമ്മളൊരു വാട്ട് ഇഫ് എന്നുള്ള രീതിയിൽ ലോക ഫുട്ബോൾ ഏറ്റവും വലിയൊരു എങ്കിൽ എന്തായിരുന്നേനെ എന്ന് പറയാവുന്ന രീതിയിലേ ഉള്ളൂ. കാരണം മെസ്സി തുടക്കം തൊട്ടേ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ അർജന്റീനയ്ക്ക് വേണ്ടി തന്നെ കളിക്കാനാണ് ആഗ്രഹിച്ചത് എന്നുള്ളത്. പിന്നെ ഫസി പറഞ്ഞ പോലെ അന്ന് മെസ്സി വേൾഡ് കപ്പ് നേടുകയായിരുന്നെങ്കിൽ ഇപ്പോൾ സ്പെയിനിന് അന്നും പറയുന്നൊരു പ്രശ്നം ഒരു ഗോൾ സ്കോറർ ഇല്ല എന്നുള്ളൊരു പ്രശ്നം അന്നും പറയുന്നുണ്ട്. കാരണം 2010 വേൾഡ് കപ്പ് നേടുന്ന വെറും 8 ഗോളുകൾ അടിച്ചുകൊണ്ടാണ്. മെസ്സി ആ ടീമിലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല സുന്ദരമായി ജയിച്ചു പോയേനെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ മെസ്സിയെ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു 2014 വേൾഡ് കപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടു, 2016 കോപ്പ അമേരിക്ക പരാജയപ്പെട്ടു, വിരമിക്കൽ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇതുപോലൊരു ഇതിഹാസ സമാനമായൊരു തിരിച്ചുവരവ് നടത്തി 2022 വേൾഡ് കപ്പ് പോയതാ മറ്റൊരു കിരീട നേട്ടത്തിൻ്റെ പടിവാതിലേക്ക് നിൽക്കുന്നത്. അപ്പം മെസ്സിയുടെ കരിയർ ഇത്രത്തോളം സംഭവ ബഹുലമായിരുന്നോ എന്നുള്ളത് അതും വേറൊരു എങ്കിൽ എന്ന് പറയാവുന്ന. അപ്പം ഇത് നമുക്ക് ആലോചിച്ച് നോക്കുന്തോറും വളരെ രസകരമായും കൗതുകരമായും തോന്നുന്നൊരു സാഹചര്യം. പിന്നെ ഇതേപോലെ തന്നെ മെസ്സിയുടെ ഈ പൈതൃകത്തിൻ്റെ കാര്യം പറയുന്നത് ശരിക്കും സ്പാനിഷ് പൈതൃകം എന്ന് പറയുന്നത് മെസ്സി പോലും അറിയാതെ സ്പാനിഷ് പത്രങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പം 2018 ഒരു സെഗ്ര എന്ന് പറഞ്ഞൊരു പത്രം മെസ്സിയും സ്പാനിഷ് താരം ബൊയാൻ കിർക്കിച്ചും മെസ്സി 4th കസിൻസ് ആണെന്ന് കണ്ടെത്തി. മുതുമുത്തച്ഛന്മാർ വഴി അവർ പരസ്പര കുടുംബക്കാരായിരുന്നു എന്ന് കണ്ടെത്തി. അവർ അതിൻ്റെ ഫാമിലി ട്രീ ഒക്കെ യോജിപ്പിച്ചിട്ട്, അതായത് മെസ്സിയുടെ ഒരു മുതുമുത്തച്ഛൻ റമോൺ എന്ന് പറഞ്ഞ മുതുമുത്തച്ഛൻ അർജന്റീനയിലേക്ക് പോയപ്പോൾ ബൊയാൻ കിർക്കിച്ചിൻ്റെ മുതുമുത്തച്ഛൻ സ്പെയിനിൽ തന്നെ തുടർന്നു. അതുകൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ ഇതിൻ്റെ ഒരു യാദർശികത എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും പിന്നീട് ബാഴ്സയിൽ ഒന്നിച്ച് കളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ബാഴ്സയിൽ ഒന്ന് കളിച്ച സമയത്ത് മെസ്സി സീനിയർ ടീമിലേക്ക് വന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കിർക്കിച്ച് വരുന്നത്. പക്ഷെ അന്ന് നെക്സ്റ്റ് മെസ്സി എന്ന രീതിയിലൊക്കെ വാഴ്ത്തപ്പെട്ടൊരു താരമാണ് കിർക്കിച്ച്. പക്ഷേ അത് പിന്നീട് അദ്ദേഹത്തിന് ആവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ അതുകൊണ്ട് പരാജയം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മെസ്സിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെയിന് വേണ്ടി കളിക്കാമായിരുന്ന താരമായിരുന്നു മെസ്സി എന്നുള്ളത് ഒരു വലിയൊരു പ്രഹേളിക പോലെ നമുക്ക് തോന്നും. നമുക്ക് ഈ സ്പാനിഷ് ഫുട്ബോളിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രാഷ്ട്രീയ ഇടപെടലുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു ഫുട്ബോൾ ഫെഡറേഷനാണ്, അല്ലെങ്കിൽ ഒരു ഫുട്ബോളിംഗ് കൾച്ചറാണ് ഈ സ്പെയിൻ എന്നുള്ളത്. അപ്പം അത് നമ്മൾ ഈ ക്ലബ് ഫുട്ബോളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ തുടക്കം മുതൽ റയൽ മാഡ്രിഡ് നേരിയ യൂറോപ്യൻ കിരീടങ്ങൾക്കൊക്കെ അവിടുത്തെ രാജാവിൻ്റെയും രാഷ്ട്രീയ ആളുകളുടെയും ഒരു ഒത്താശ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ നാഷണൽ ടീമിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഫുട്ബോളിങ്ങിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു ഈ രാഷ്ട്രീയ ഇടപെടൽ? ശരിക്കും പറഞ്ഞാൽ സ്പെയിനിലെ ഫുട്ബോളിൽ എന്നുണ്ട്. രാഷ്ട്രീയവും സ്പെയിനും അപ്പോൾ എപ്പോഴും പറയാണ്ട് ഫുട്ബോളും രാഷ്ട്രീയവും വേറെ ആയിട്ട് കാണുന്നത്. പക്ഷേ സ്പെയിനിൽ അത് ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത വിധം. കാരണം നമുക്കറിയാം ഒരു ക്ലബിൻ്റെ പ്രസിഡന്റ് രാഷ്ട്രീയ കാരണങ്ങളെ വധിക്കപ്പെട്ട രാജ്യമാണ് സ്പെയിൻ. അതായത് ബാഴ്സലോണയുടെ പ്രസിഡന്റായിരുന്ന ജോസഫ് സുന്യോൾ എന്ന് പറയുന്ന വ്യക്തി ഫ്രാങ്കോയുടെ പട്ടാളം അദ്ദേഹത്തിനെ വധിച്ചിട്ടുണ്ട്. അന്ന് സ്പാനിഷ് സിവിൽ വാർ നടക്കുന്ന സമയത്ത് റിപ്പബ്ലിക്കൻ പക്ഷവും അതുപോലെ തന്നെ ഫ്രാങ്കോയുടെ നാഷണലിസ്റ്റ് പക്ഷവും നടക്കുമ്പോൾ ഈ റിപ്പബ്ലിക്കൻ പക്ഷത്തായിരുന്നു ബാഴ്സലോണ പ്രസിഡന്റ് ജോസഫ് സുന്യോൾ. അപ്പോൾ അദ്ദേഹം കൊല ചെയ്യപ്പെട്ട ഒരു നാടാണ് സ്പെയിൻ. പിന്നെ ഫ്രാങ്കോ അധികാരത്തിൽ വന്ന ശേഷം സ്വാഭാവികമായിട്ടും കുറേ ഉപദേശീയതകൾ അടിച്ചമർത്തിയ കൂട്ടത്തിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഒരു റീജിയൻ ആയിരുന്നു കാറ്റലോണിയ. അവരുടെ ഒരു കൾച്ചർ പ്രകടിപ്പിക്കാൻ പറ്റില്ല, അവരുടെ ഒരു ഫ്ലാഗ് വീശാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനുള്ളൊരു വേദിയായിരുന്നു ക്യാമ്പ് നൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമ്പ് നൂവിലാണ് ശരിക്കും അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഒരു ഫുട്ബോൾ സ്റ്റേഡിയം തന്നെ, ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ പ്രസിഡന്റ് തന്നെ വധിക്കപ്പെടുന്നു, ഒരു ഫുട്ബോൾ സ്റ്റേഡിയം തന്നെ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റിനുള്ള വേദിയാവുന്ന രീതിയിൽ. പിന്നെ ഫസി പറഞ്ഞ പോലെ നമ്മൾ 1950s തുടർച്ചയായി 5 തവണ റയൽ മാഡ്രിഡ് യൂറോപ്യൻ കിരീടം നേടിയപ്പം അതൊരു അവസരമായിട്ട് കണ്ട് അതൊരു സ്പാനിഷ് സുപ്രീമസിയുടെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഫ്രാങ്കോ ഉയർത്തിപ്പിടിച്ചത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഫ്രാങ്കോ 1939 മുതൽ 1975 വരെ ഒരു ദീർഘമായ കാലയളവ് സ്പെയിനിൻ്റെ ഭരണാധികാരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പാനിഷ് ഫുട്ബോളും അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരതകളൊക്കെ സ്പെയിൻ എക്കാലത്തും സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ അവസാനമായിട്ട് ഈ സ്പെയിൻ എന്ന് പറയുമ്പം നമ്മൾ ഈ ഒരു ദേശം തിരിക്കുകയാണെങ്കിൽ ഒന്നൊരു ബാസ്ക് ഉണ്ട്, ഒരു കറ്റലോണിയൻ ഏരിയ ഉണ്ട്, അതിനപ്പുറത്തേക്കുള്ള ബാക്കിയൊരു ഏരിയ ഉണ്ട്. അപ്പം ഈ ഒരു തിരിക്കലിനൊക്കെ പ്രധാന കാരണം ഈ ഫ്രാങ്കോയുടെ ഭരണകാലം മാത്രമായിരുന്നു? അല്ല, അത് മുമ്പ് തന്നെ ഉണ്ട്. അതിനെതിരെയുള്ളൊരു ഇതായിരുന്നു ഫ്രാങ്കോയുടേത്, ഒരു യൂണിഫൈഡ് സ്പെയിൻ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ ആ ഒരു അങ്ങനെ വളരെ
ഐഡൻറ്റിറ്റി വേർതിരിഞ്ഞ് നിൽക്കുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്ന തങ്ങളെയും കൂടി ഒരു സ്പെയിനിലേക്ക് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന ഒരു ഏകീകൃത ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇപ്പോഴും കാറ്റലോണിയ സ്പെയിൻ്റെ ബാഴ്സലോണയുടെ മാച്ചിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാം കാറ്റലോണിയ ഈസ് നോട്ട് സ്പെയിൻ എന്ന് പറഞ്ഞിട്ട് വലിയ ബാനറുകൾ ഉണ്ടാവാറുണ്ട്.